ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇന്ന് വിഭജന ഭീതി ദിവസ് ആചരിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആഹ്വാനമാണ്, ആഭ്യന്തര മന്ത്രിയുടെ ആഹ്വാനമാണ്. ആഹ്വാനം ഇവിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർവകലാശാലകൾക്ക് നൽകുന്നു. അത് പക്ഷേ ഇവിടെ പറ്റില്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും ഒരുപോലെ തന്നെ നിലപാടെടുക്കുന്നു. ഇന്നിപ്പോൾ ABVP കാസർഗോഡും കോഴിക്കോടുമുള്ള ചില കോളേജുകളിൽ ഒരു പ്രകടനം നടത്തിയെന്നതൊഴിച്ചാൽ അങ്ങനെ ഒരു ദിനം ആചരിക്കാൻ കേരളത്തിനായിട്ടില്ല. നേരത്തെ ശ്രീ PR ശിവശങ്കർ പറഞ്ഞത് കേട്ടല്ലോ. ഇത് ഇപ്പോൾ ആയിട്ടില്ലെങ്കിൽ നാളെ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. പതുക്കെ പതുക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. കേരളത്തിൽ ഇങ്ങനെയൊരു ആഹ്വാനം നൽകിയതിനെക്കുറിച്ച്, അതിനെ കേരളം വേണ്ട എന്ന് വെച്ചതിനെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്? സ്മൃതി, നിർഭാഗ്യവശാൽ വളരെ പക്ഷപാതപരമായിട്ടാണ് നമ്മുടെ ഗവർണർ ശ്രീ ആർലേക്കർ പെരുമാറുന്നത്. അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലവനാണ്, ഭരണഘടനാ സുരക്ഷയുള്ളൊരു വലിയ പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് പക്ഷപാതങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ആഗസ്റ്റ് 15-ൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം ശോഭ കെടുത്തിക്കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമാണ്. അതായത് പഴയ കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത് ഓർപ്പിക്കുന്നതിനൊന്നുമില്ല. പക്ഷേ അതിൻ്റെ താല്പര്യം ഇവിടെ ജനങ്ങൾക്കിടയിൽ, ഭിന്ന സമുദായങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അത് വളരെ വ്യക്തമാണ്. കാരണം 1946 ആഗസ്റ്റ് 16 ഉണ്ടായ ലഹളകളെപ്പറ്റി നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. ഉണ്ടായതാണ്, ഇല്ലയെന്നല്ല. പക്ഷേ അത് ആഗസ്റ്റ് 15-ൻ്റെ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, അത് അവർ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ സമരം നടന്നത്. അതിനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സ്വാതന്ത്ര്യം 47 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് കിട്ടി. അപ്പോൾ അതിന് ഒരു കൃത്യമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യമല്ല എന്നതിൻ്റെ ശോഭ കെടുത്തുക, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഉള്ളൊരു സംഗതി, കേരളത്തിൽ BJPക്ക് ഒരു MLA പോലും ഇല്ല. ആകെ ഉള്ളത് തൃശ്ശൂരിൽ നിന്നൊരു MP ആണ്. അദ്ദേഹം നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയാണ്. പക്ഷേ തൊട്ട് മുമ്പ് പോയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഇപ്പോഴത്തെ ഗവർണർ ശ്രീ ആർലേക്കർ, ഇവരൊക്കെ BJPയുടെ പ്രതിനിധികളായിട്ടാണ് പെരുമാറുന്നത്. മാത്രമല്ല, സംസ്ഥാന ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ BJPയുടെ ആളുകളാണ് എന്നത് വെറും ആരോപണമല്ല. അതിലിപ്പോൾ നേരത്തെ റിട്ടയർ ചെയ്ത TP സെൻകുമാർ, ജേക്കബ് തോമസ്, ശ്രീമതി ശ്രീലേഖ, 3 പേര് BJPയിൽ ചേർന്നു എന്നിപ്പോൾ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അതിനു മുമ്പേ ഉണ്ടായിരുന്ന രമൺ ശ്രീവാസ്തവയെ പറ്റിയും ലോക്നാഥ് ബെഹ്റയെ പറ്റിയും അങ്ങനെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർവീസിലുള്ള MR അജിത് കുമാറിനെ പറ്റിയും റാവഡയെ പറ്റിയും, അവരൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ്, അവരെപ്പറ്റി ഇങ്ങനത്തെ ആരോപണങ്ങളുണ്ട്. അപ്പോൾ BJP ഉദ്ദേശിക്കുന്ന സമുദായ ധ്രുവീകരണം, ആ തരത്തിലുള്ള ആഭ്യന്തര ഭരണം മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല, ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്ക് ഈ തരത്തിൽ BJPയുടെ ആളുകൾ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അപകടസ്ഥിതിയാണ്. അതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അത് അറിയാതെ പറ്റിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റാവഡെ ആരാണ് എന്ന് ആർക്കറിയില്ലെങ്കിലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയന് അറിയാം. അദ്ദേഹം നേരത്തെ റാവഡയെ പറ്റി പറഞ്ഞതൊക്കെ നമുക്ക് മറക്കാറായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു ചരിത്രത്തിൻ്റെ പേരിലും ഗവർണറുടെ പേരിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും ഒക്കെ BJPക്ക് ഒരു നിലമൊരുക്കുന്ന പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വേറെ ഒരു രൂപമായിട്ടാണ് ഞാൻ ഈ ആർലേക്കറുടെ ഈ പ്രസ്താവനയെ കാണുന്നത്. കേരളം അത് തള്ളിക്കളഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മതേതര ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പണിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് വരും എന്ന് പ്രതീക്ഷിക്കാൻ അവർക്ക് എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ ഇത് സംസ്ഥാന ഗവൺമെൻറ്റിന് കൂടി ഉത്തരവാദിത്തമുള്ള ഒന്നാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പോലീസിൽ അവർക്കാണ് മേൽക്കൈ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവല്ല,
LDFിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ശ്രീമതി ആനി രാജ അങ്ങനെ പറഞ്ഞത് മറക്കാറായിട്ടില്ല. അപ്പോൾ ഇവിടെ നടക്കുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള BJP വൽക്കരണത്തിൻ്റെ നിലമൊരുക്കലാണ്. ശരി, അതിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് സംസ്ഥാന ഗവർണറുടെ ഈ പ്രസ്താവന ഞാൻ കാണുന്നത്. അത് തള്ളിക്കളഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഒരു വിവേകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.